മലയാള സിനിമാ ലോകം മരിച്ചിട്ടില്ല. സൂപ്പർ അതിന്റെ പടം സൂപ്പർ പടമുണ്ട്. ഗംഭീര പടം. ഒരു തരി ലാഗില്ല. അത് ഓരോരുത്തരും എനിക്ക് ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. തിയേറ്ററിൽ വിജയിക്കുന്ന പടം. നമ്മുടെ തലവും പോലെ എല്ലാവരും കാണാണ്ടിരിക്കുന്നത് നല്ല പടം. നന്നായി പടം. ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണ്. മേക്കിംഗ് ഒക്കെ ഇടുമായിട്ടുണ്ട്. വിജയരാഘവൻ അടിപൊളിയായിട്ടുണ്ട്. ആസിഫ് ഓവറോൾ എല്ലാവരും നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് പടം. പെർഫോമൻസും ഇടുമായിട്ടുണ്ട്. ഒരു തരി ലാഗില്ല. അത് ഓരോരുത്തരും എനിക്ക് ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. ആ ലാഗിനോട് അത് കറക്റ്റായിട്ട് എടുത്തുകൊണ്ടായിട്ടുണ്ട്. നമുക്ക് ലാഗ് ഫീൽ ചെയ്യിപ്പിക്കണില്ല. പടം നന്നായിട്ട് തിയേറ്ററിൽ വിജയിക്കുന്ന പടം. നമ്മുടെ തലവും പോലെ എല്ലാവരും കാണാണ്ടിരിക്കുന്നത് നല്ല പടം. ഒരു സ്ലോ പോർഷനിൽ പോണ ഒരു ഡീസന്റ് ത്രില്ലർ എന്ന് പറയാം. സെക്കൻഡ് ഹാഫാണ് കൂടുതൽ അടിപൊളിയായിട്ടുള്ളത്. എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. വിജയരാഘവൻ അടിപൊളിയുണ്ട്. ഈ ആസിഫിനാണ്ട് കൂടുതൽ ആളെന്ന് അഭിനയത്തിൽ നന്നായിട്ടുണ്ട്. ആ കുഴപ്പമില്ല. ക്യാമറ വർക്കൊക്കെ അടിപൊളിയാണ്. പടം സൂപ്പർ പടമുണ്ട്. ഗംഭീര പടം. സ്ക്രിപ്റ്റ് ഒക്കെ പക്കയുണ്ട്. അഭിനയം ആക്ടിവൈസ് എല്ലാവരും പെർഫോമൻസ് ആസിഫൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. വിജയരാഘവനായാലും അപർണ ബാലമുരയായാലും നന്നായിട്ടുണ്ട്. മലയാള സിനിമാ ലോകം മരിച്ചിട്ടില്ല. സൂപ്പർ അതിന്റെ പടം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റ് ഭാഷകൾ വെച്ച് നോക്കുമ്പോഴേ ഈ സിനിമ സൂപ്പർ ആയിട്ടുണ്ട്. വിജയരാഘവനും നാസിർ അലിയൊക്കെ സൂപ്പറായി. പടം നല്ല പടമാണ്. എൻഗേജഡ് ആണ്. പെർഫോമൻസ് വിജയരാഘവൻ അടിപൊളിയുണ്ട്. ആസിഫിക അടിപൊളിയുണ്ട്. നല്ല സിനിമ. നല്ല ക്യാമറ, നല്ല വിഷ്വലൊക്കെ ആയിരുന്നു. നല്ല അതായത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലായിരുന്നു കഥ എങ്ങനെ പോവാന്നുള്ളത്. അവസാനം വരെ കാത്തിരിക്കുന്നുള്ളൂ. ഫസ്റ്റ് ഫുള്ള് ഒരു അതായത് ഇങ്ങനെ പതുക്കെ സ്ലോവിൽ അവസാനം വരെ എത്തിച്ചു. അവസാനം കണ്ടിരിക്കാൻ തോന്നുന്നു. അതായത് സിനിമ തുടങ്ങിയപ്പോൾ തന്നെ തോന്നും എന്താ സംഭവിക്കണമെന്ന്. പക്ഷെ അവസാനം എൻഡിങ് വരെ കണ്ടിരിക്കണം സിനിമ. നൈസ് പടമായി. കുറച്ച് ലാഗ്, പ്രത്യേകിച്ച് സ്റ്റോറിയൊന്നുമില്ല. കൊള്ളാം നല്ല സിനിമ. നല്ല ഫീൽ ഗുഡ് സിനിമ. അടിപൊളിയാടാ. നല്ല കഥയാ. അടിപൊളിയാണ്. നല്ല വിജയരാഘവൻ സാറും ആസിഫിലെ ആക്ടിങ് രക്ഷയില്ല. അടിപൊളിയാണ്. കിട്ടില്ല. വ്യത്യസ്തമാണ് കഥ. നല്ല രസമാണ്. കണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് വേറെ ലെവലാണ്. അടിപൊളിയാണ്. നല്ല പടമാണ്. ആ നല്ല ഇമോഷണലി കണക്ട് പടമാണ്. ഇല്ല, അതൊക്കെ കണ്ട് പറയേണ്ട കാര്യങ്ങൾ. ആസിഫിൽ എന്തായാലും കിട്ടാൻ പരിപാടി ആയിരുന്നു. സ്റ്റാഫിൽ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും പക്ഷെ സെക്കൻഡ് ഹാഫിൽ അത് കവറപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. ഓണത്തിൽ ബാക്കിയുള്ള പടത്തിന്റെ റിസൾട്ട് നോക്കിയിരിക്കും. പക്ഷെ പടം കണ്ടിരിക്കുന്നതോറും നമ്മളതിൽ എൻഗേജിങ് ആവുന്നുണ്ട്. ഓ മേക്കിംഗ് കൊള്ളാം. അത് ബിൽഡ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ക്യൂരിയസ് സസ്പെൻസ് ആയിട്ട് നൈസ് പടമായിരുന്നു. സസ്പെൻസ് ആണ് ഫുള്ള്. അതെ. പക്ഷെ കണ്ടിരിക്കാം നല്ലോണം. കുഴപ്പമൊന്നുമില്ല. ഓ പിന്നെന്താ കൊള്ളാം. എനിക്ക് ഫീൽ ഗുഡ് മൂവി ആയിട്ട് തോന്നിയില്ല. എന്നാലും കൊള്ളാം.